കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയം സ്വന്തമാക്കിയെങ്കിലും കോൺഗ്രസിന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ഇതാ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ കോൺഗ്രസിൻ്റെ 6 MLA-മാർ കൂടും കുടുക്കയും എടുത്ത് നേരെ JDU-വിൽ ചേരുന്ന കാഴ്ച, അതിനും നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കാരണം ഈ 6 MLA-മാരും കോൺഗ്രസിൽ നിന്നിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ലാവണം തേടി ഒടുവിൽ ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വന്നു. അവസാനം ഇവർ പോകുമെന്ന് ഉറപ്പായപ്പോൾ അവരോട് കെഞ്ചി അപേക്ഷിച്ചു, BJP-യിലേക്ക് പോകരുത്, നിങ്ങൾ വേണമെങ്കിൽ JDU-വിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന്. അങ്ങനെയാണ് അവർ JDU-വിലേക്ക് ചേക്കേറുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് സത്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും അതിന് പിന്നാലെ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാനാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ആസാം, പശ്ചിമ ബംഗാൾ, നമ്മുടെ തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിൽ ആകെയുള്ളൊരു പ്രതീക്ഷ കേരളമാണ്. ആസാമിൽ ഒരു തരത്തിലും വിജയിച്ചു വരും എന്ന് കോൺഗ്രസ്സുകാർ പോലും കരുതുന്നില്ല. അവിടെ ഹിമന്ത ബിശ്വാസ് എന്ന BJP-യുടെ മുഖ്യമന്ത്രി നിറഞ്ഞു നിൽക്കുകയാണ്. ആറാട്ട് നടത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആറാടുകയാണ് അദ്ദേഹം. അവിടെ ഒരു തരത്തിലും കോൺഗ്രസ്സിന് മടങ്ങി വരവ് സാധ്യമല്ല. പശ്ചിമ ബംഗാളിലാകട്ടെ പാർട്ടി അങ്ങേയറ്റം ദുർബലമായി, സംഘടനാ സംവിധാനം തകർന്ന് അവിടെ മമതയും BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് മാറി രാഷ്ട്രീയം. അവിടെ CPM-ഉം കോൺഗ്രസും, 2 പാർട്ടികളും ഇന്ന് തികച്ചും അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലെ കഥ നമുക്കറിയാം. സ്റ്റാലിൻ്റെ തണലിലാണ് അവിടെ കോൺഗ്രസ് നിലനിന്നിരുന്നത്. ലോക്സഭയിലേക്കാകട്ടെ സംസ്ഥാന നിയമസഭയിലേക്കാകട്ടെ DMK-യുടെ നിഴലായി നിൽക്കാൻ മാത്രമേ കോൺഗ്രസ്സിന് സാധിക്കുന്നുള്ളൂ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട്. ഇപ്പോഴിതാ അവർ കൂടുതൽ ദുർബലമായിരിക്കുന്നു. കാരണം സ്റ്റാലിനുമായിട്ടുള്ള കൂട്ട് പിണങ്ങി പിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു പച്ചത്തുരുത്താണ് കേരളം. ശരിക്കും ഒരു പച്ചത്തുരുത്ത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയം നേടാനായി. അതിന് കോൺഗ്രസ് നന്ദി പറയേണ്ടത് മുസ്ലിം ലീഗിനോടാണ്. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കില്ലെന്ന് തീർച്ചയാണ്. ലീഗിൻ്റെ മേൽക്കോയ്മ, ലീഗിൻ്റെ സ്വാധീനം ഒക്കെ കോൺഗ്രസ്സിന് മലബാർ മേഖലയിൽ മാത്രമല്ല കൊച്ചിയിലും തിരുവിതാംകൂറിലും അനുഗ്രഹമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അവർക്ക് നിയമസഭയിലേക്ക് ആത്മവിശ്വാസത്തോടെ മത്സരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചു. നമ്മുടെ ശ്രീമാൻ രാഹുൽ ഗാന്ധി നേരിട്ട് പങ്കെടുത്ത മഹാപഞ്ചായത്ത്. പക്ഷേ ആ മഹാപഞ്ചായത്ത് അവസാനിക്കും മുമ്പ് തന്നെ കോൺഗ്രസിനുള്ളിലെ കല്ലുകടി പുറത്തു വന്നു. മറ്റൊന്നുമല്ല, ഡോക്ടർ ശശി തരൂർ MP-യാണ് വെടി പൊട്ടിച്ചത് പതിവ് പോലെ. അദ്ദേഹത്തിൻ്റെ പരാതി അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പൈലറ്റ് പ്രാസംഗികനാക്കി. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ല എന്നൊക്കെയാണ്. മാത്രമല്ല, ഗുരുതരമായ മറ്റൊരു വീഴ്ച കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത് കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന ആരോപണവും ശക്തമാണ്. വേറൊന്നുമല്ല, ഈ സ്വാഗതം പറഞ്ഞപ്പോൾ KPCC-യിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു നേതാവിന് പോലും അവിടെ വേദിയിൽ സ്വാഗതം പറഞ്ഞപ്പോൾ സ്വാഗത പ്രാസംഗികൻ ശശി തരൂരിനെ വിട്ടുകളഞ്ഞു. ഇത് മനഃപൂർവ്വമുണ്ടായ ഒരു വിട്ടുകളയലാണ്, അല്ലാതെ അറിയാതെ സംഭവിച്ചത് അല്ല എന്നാണ് തരൂരിൻ്റെ പരാതി. എന്തായാലും ആകെ ചൊടിച്ച തരൂർ വഴക്കിട്ട് പരിപാടി പൂർത്തിയാക്കും മുമ്പ് നമ്മുടെ മഹാനായ രാഹുൽ ഗാന്ധി യുവ തുർക്കി വേദി വിടുന്നതിന് മുമ്പ് തരൂർ ഇറങ്ങിപ്പോയി.
കോൺഗ്രസ് ആകെ നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുമ്പും കോൺഗ്രസ് ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. നേതാക്കളെ വേദിയിലിരുത്തി ആക്ഷേപിക്കുന്ന ഒരു പാരമ്പര്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസ്സിലുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. 13 ഭൂരിപക്ഷം വോട്ട് നേടിയ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനാകുന്നതിന് പകരം അവിടെ ജവഹർലാൽ നെഹ്റുവിനെ നാമമാത്രമായ വോട്ടുകൾ മാത്രം ലഭിച്ച ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന പാരമ്പര്യം ഇന്നും കോൺഗ്രസ് തുടരുന്നു എന്നുള്ളതാണ്. അതുപോലെ സർദാർ പട്ടേലിൻ്റെ കാര്യത്തിൽ, അതുപോലെ മറ്റു പലരുടെയും കാര്യത്തിൽ, ഡോക്ടർ BR അംബേദ്കറുടെ കാര്യത്തിൽ ഒക്കെ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് പണ്ട് മുതലേ ദൃശ്യമാണ്. അത് ഇന്നും തുടരുന്നു. കഴിവുള്ളവരെ കോൺഗ്രസ്സിന് വേണ്ട എന്നല്ലേ ഇതെല്ലാം നൽകുന്ന സൂചന? ഡോക്ടർ ശശി തരൂർ എന്തുകൊണ്ടും യോഗ്യനായ ഒരു നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു സമ്പൂർണനായ കോൺഗ്രസ്സുകാരനല്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ നിൽക്കുന്നത്? അദ്ദേഹത്തിന് എന്തൊക്കെ വെല്ലുവിളികളുണ്ടായി കോൺഗ്രസ്സിൽ നിന്ന് തന്നെ? അദ്ദേഹത്തിന് കോൺഗ്രസ്സിന് പുറത്തു നിന്ന് എന്തെല്ലാം ഓഫറുകൾ വന്നു? എന്നിട്ടും അദ്ദേഹം കോൺഗ്രസ് വിടാതെ കോൺഗ്രസ്സിൽ ഉറച്ചു നിൽക്കുന്നില്ലേ? ഇതുപോലും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസിൻ്റെ ഈ പ്രാദേശിക നേതാക്കൾ, സംസ്ഥാന നേതാക്കളൊക്കെ പലപ്പോഴും പ്രതികരിക്കുന്നത്. ശശി തരൂർ വലിയ പണ്ഡിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ പറഞ്ഞു പഴകിയ കഥകളാണ്. ഇവിടെ ശശി തരൂർ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അദ്ദേഹം ജയിക്കുന്നു, കേന്ദ്ര സഹമന്ത്രിയാകുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഉറച്ചിരിക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് അഴിമതി ആരോപണത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷേ അദ്ദേഹം ഇന്നും കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നു. 2009 മുതൽ 2024 വരെ തിരുവനന്തപുരത്ത് ശശി തരൂർ ഒരു അനിഷേധ്യ ശക്തിയായി കോൺഗ്രസിന് വേണ്ടി പോരാടുന്നു. അദ്ദേഹം അല്ലായിരുന്നുവെങ്കിൽ BJPക്ക് തിരുവനന്തപുരത്ത് അനായാസ ജയം ഉണ്ടായേനെ. ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ്, കോൺഗ്രസിൻ്റെ മഹത്വം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കയറുന്നതെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അത് സമ്മതിക്കാൻ വൈമനസ്യമുണ്ട്. അവർ അതിന് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരുക്കമല്ല. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഈ വേദിയിൽ ശശി തരൂരിനോട് ഇത്തരത്തിൽ ഒരു അപമാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മോശം പെരുമാറ്റം എന്തുകൊണ്ട് ഉണ്ടായി? അതിന് വ്യക്തമായ കാരണമുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പട്ടികയിൽ ഇടം പിടിച്ച ആളല്ല. രാഹുൽ ഗാന്ധിക്ക് അനഭിമതനാണ് അദ്ദേഹം. രാഹുലിന് മാത്രമല്ല, സോണിയയ്ക്കും പ്രിയങ്കയ്ക്കും രാഹുൽ കുടുംബത്തിന്, സോണിയ കുടുംബത്തിന് ഒന്നടങ്കം അദ്ദേഹത്തിനോട് താല്പര്യമില്ല എന്ന് വ്യക്തമാണ്. കാരണം അദ്ദേഹം ചെയ്ത തെറ്റ് രാഹുലിൻ്റെ നേതൃത്വം ചോദ്യം ചെയ്ത്, അല്ലെങ്കിൽ സോണിയ കുടുംബത്തിൻ്റെ, നെഹ്റു പാരമ്പര്യത്തിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്തുകൊണ്ട് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു. അന്ന് തൊട്ട് ഡോക്ടർ ശശി തരൂർ സോണിയ കുടുംബത്തിൻ്റെ കണ്ണിലെ കരടാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള തരൂരിനെ ഗതികേട് കൊണ്ട് മഹാപഞ്ചായത്തിലേക്ക് വിളിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ തരൂർ പ്രസംഗിക്കുകയോ? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ തരൂർ പ്രസംഗിച്ചാൽ രാഹുലിൻ്റെ മൂഡ് നഷ്ടപ്പെടും. രാഹുലിന് കോപം വരും. രാഹുൽ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ. അത് പല തലകളും ഉരുളാൻ കാരണമായേക്കും. അതുകൊണ്ട് KPCC നേതാക്കൾ ഒന്നടങ്കം തീരുമാനിച്ചതായി കൂടെ തൽക്കാലം തരൂർ പൈലറ്റ് പ്രസംഗം നടത്തിയാൽ മതി, കൂടുതലൊന്നും പ്രസംഗിക്കേണ്ട എന്ന് KPCC നേതാക്കൾ തന്നെ തീരുമാനിച്ചതല്ലേ എന്ന സംശയം ഇവിടെ ന്യായമായും ഉയരും. അതുപോലെ തന്നെ ഈ തരൂരിന് സ്വാഗതം പറയാതെ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതുമായി കൂടെ. ശശി തരൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ രാഹുലിന് ചൊറിഞ്ഞാലോ? അതുകൊണ്ട് രാഹുലിന് ചൊറി വന്നാൽ ഞങ്ങൾ സഹിക്കില്ല, മറ്റെന്തും ഞങ്ങൾ സഹിക്കും, പക്ഷേ രാഹുലിന് ചൊറിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതല്ലേ KPCC നേതാക്കളുടെ നിലപാട്? അതുകൊണ്ട് അദ്ദേഹത്തിന് മനഃപൂർവ്വം സ്വാഗതം പറയാതെ ആ പേര് ഒഴിവാക്കിയതായിക്കൂടെ? ഇതെല്ലാം ഇവിടെ ഉയരുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വലിയ പണ്ഡിതനായ, ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മികച്ച രാഷ്ട്രതന്ത്രജ്ഞനായ
ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂർ. ആ ഡോക്ടർ ശശി തരൂരിനെ ആണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തേക്ക് ഒരു ദൗത്യമേൽപ്പിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങൾ ലോകത്തെ അറിയിക്കാൻ, അമേരിക്കയെ അറിയിക്കാൻ, UN-നെ അറിയിക്കാൻ ഒക്കെ നിയോഗിച്ചത് ഡോക്ടർ ശശി തരൂരിനെയാണ്. പണ്ട് PV നരസിംഹറാവു പ്രതിപക്ഷ നേതാവായിരുന്ന AB വാജ്പേയിയെ നിയോഗിച്ചതുപോലെ അന്ന് ആ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചപ്പോൾ ഭാരതത്തിൻ്റെ അന്തസ്സ് വാനോളം ഉയർന്നു. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ എന്തു വിശ്വസിച്ച് അങ്ങനെ ഒരു കാര്യം ഏൽപ്പിക്കും? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആ അബദ്ധം അദ്ദേഹം കാണിച്ചില്ല. പകരം കോൺഗ്രസിൽ നിന്ന് തന്നെ സമുന്നതനായ, കാര്യപ്രാപ്തിയുള്ള, വിവരമുള്ള, വിവേകമുള്ള, രാജ്യസ്നേഹിയായ ഡോക്ടർ ശശി തരൂരിനെ നിയോഗിച്ചു. അദ്ദേഹം തന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിച്ചു. കോൺഗ്രസ്സുകാരനായിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം BJP-യിലേക്ക് പോയില്ല. ഈ സത്യമൊക്കെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അമൂല്യമായ ഒരു രത്നം, ഒരു വൈഡൂര്യം, ഒരു പവിഴം അത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുകയാണ്. കേവലം ഈ പറയുന്നത് പോലെ ഒരു കുടുംബവാഴ്ചയെ വാഴ്ത്താൻ, ആ കുടുംബവാഴ്ചയെ പ്രോത്സാഹിപ്പിക്കാൻ, നിങ്ങളുടെ ഈ യുവരാജകുമാരനെ സന്തോഷിപ്പിക്കാൻ ഒക്കെ വേണ്ടി കോൺഗ്രസ്സുകാർ ചെയ്യുന്ന ഒരു കൃത്യമായിട്ട് മാത്രമേ ഞാനിതിനെ കരുതുന്നുള്ളൂ. എന്തായാലും ഡോക്ടർ ശശി തരൂർ അന്തസ്സുള്ള ഒരു മനുഷ്യനാണ്, വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധിച്ച് മാന്യമായിട്ട് ആ വേദി വിട്ട് ഇറങ്ങിപ്പോയത്. അല്ലാതെ കുതികാൽ വെട്ടാനും ഗ്രൂപ്പ് കളിക്കാനും അടിയിൽ കൂടെ പണിയാനും ഒന്നും അദ്ദേഹം നിൽക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും കോൺഗ്രസ്സുകാർ ഒരിക്കൽ കൂടി അവരുടെ തനി ഗുണം കാണിച്ചിരിക്കുന്നു.